ഇന്ന് നമുക്ക് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് പഠിക്കാം. We are considering a parallel combination of three resistors R1, R2 and R3. ഇത് നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന് അക്രോസ് ആയിട്ട് ഒരു വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തു, സെല്ലുമായിട്ട് കണക്ട് ചെയ്തു. ഓക്കെ, പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ പോയിൻറ്റ്സ് ഒരുമിച്ച് ജോയിൻ ചെയ്യുക. ഓരോ റെസിസ്റ്ററിൻ്റെയും എൻ പോയിൻറ്റ്സ്, ഓൾ ദി വൺ എൻ പോയിൻറ്റ്സ് ആർ ജോയിൻ ടുഗദർ. സിമിലർലി other endpoints are also joined together with the second terminal. അല്ലേ? അതായത് പാരലൽ കണക്ഷൻ ആകുമ്പോൾ രണ്ട് എൻ പോയിൻറ്റ്സും സെയിം ആയിരിക്കും. എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും എൻ പോയിൻറ്റ്സ് സെയിം ആയിരിക്കും. അതാണ് പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പാരലൽ കോമ്പിനേഷനിൽ നമ്മൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വി ഇവിടെ ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ വി ആണ്. അതേ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് തന്നെയായിരിക്കും ഈ ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടും ഉണ്ടാവുക. ഓക്കെ, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം, കറണ്ട് സെയിം ആയിരിക്കും ഓരോ റെസിസ്റ്ററിലൂടെയുള്ളത്. നോക്കാം, നമ്മളിതിലൂടെ കറണ്ട് ഐ ഫ്ലോ ചെയ്യാൻ. ഓക്കെ, അവിടെ എത്തിയ സമയത്ത് അത് സ്പ്ലിറ്റ് ചെയ്തു, വീണ്ടും ജോയിൻ ചെയ്ത് നെഗറ്റീവ് ടെർമിനലിലേക്ക് പോയി, വീണ്ടും ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അല്ലേ? അപ്പോൾ ഈ ഒരു കറണ്ട് ഐ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തു. ഇവിടെ എത്തുമ്പോൾ കറണ്ടിനെ പാസ് ചെയ്ത് പോകാൻ 3 വഴികളുണ്ട്. അല്ലേ? R1, R2, R3. ഈ മൂന്നിലൂടെയും കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. I1, I2 ആൻഡ് I3. ഈ കറണ്ട് എഗെയിൻ ഇവിടെ എത്തിയിട്ട് വീണ്ടും ജോയിൻ ചെയ്ത് നെഗറ്റീവ് ടെർമിനലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ട് ഡിഫറൻ്റ് ആണ്, പക്ഷേ വി സെയിം ആണ്. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് ഇതാണ്. ഇൻ പാരലൽ കണക്ഷൻ, വൺ എൻഡ് ഓഫ് ഓൾ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ടുഗദർ ആൻഡ് സിമിലർലി അതർ എൻഡ്സ് ആർ കണക്റ്റഡ് ടുഗദർ. വി സെയിം, ഐ ഡിഫറെൻറ്റ്. ഐ ഡിഫറെൻ്റ് ആകുമ്പോൾ നമുക്ക് എഴുതാം ഐ ഈസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. ഫ്രം ഓംസ് ലോ വി ഈസ് ഈക്വൽ ടു ഐ ആർ, ദെർഫോർ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. Therefore I1 is equal to V by R1, I2 is equal to V by R2, I3 is equal to V by R3. അല്ലേ? എന്തേ V1, V2, V3 എന്ന് എടുക്കാത്ത? കാരണം V1 is equal to V2 is equal to V3 is equal to V ആണ്. എല്ലാത്തിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. പാരലൽ കണക്ഷനിലെ V സെയിം ആണ്. ഓക്കെ, therefore I is equal to V by R1 plus V by R2 plus V by R3. Put it as equation number 1. ഇനി നമ്മൾ സീരീസ് കണക്ഷനിൽ ചെയ്തതുപോലെ തന്നെ ഈ 3 റെസിസ്റ്റേഴ്സിനും പകരമായിട്ട് ഒരു ഇക്വലൻ്റ് റെസിസ്റ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. RP എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു റെസിസ്റ്ററിനെ നമ്മൾ ഇതിന് പകരം വെച്ചാൽ, അല്ലേ, അതിലും നമുക്കിവിടെ ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. V is equal to I into RP, therefore I is equal to എന്ത് കിട്ടും? V by RP. ഇക്വേഷൻ നമ്പർ 2. ഫ്രം 1 and 2 കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് V by RP is equal to V into 1 by R1 plus 1 by R2 plus 1 by R3. ഓക്കെ, V രണ്ട് ഭാഗത്തുള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോയാൽ 1 by RP is equal to 1 by R1 plus 1 by R2 plus 1 by R3. This is the effective resistance of parallel combination. Okay, 1 by RP is equal to 1 by R1 plus 1 by R2 plus 1 by R3. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റെസിപ്രോക്കൽ ഓഫ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 2 റെസിസ്റ്റർ ആണെന്ന് വിചാരിക്കുക. 1 by RP is equal to 1 by R1 plus 1 by R2 ആണ്. അല്ലേ? അതിൻ്റെ LCM എടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്താ? 1 by RP is equal to R1 plus R2 divided by R1 R2. ഓക്കെ, അപ്പോൾ RP is equal to എന്ന് എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് R1 R2 by R1 plus R2 ആയിരിക്കും. 3 റെസിസ്റ്റർ ആകുന്ന സമയത്ത് നമുക്ക് RP is equal to R1 R2 R3 divided by R1 R2
പ്ലസ് R2 R3 പ്ലസ് R1 R3 എന്ന് കിട്ടും. ഞാൻ അത് ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടില്ല, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പിന്നെ ആ രീതിയിലാണ് ലാസ്റ്റ് RPയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ പാരലൽ കോമ്പിനേഷൻ ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദി സം, ദി റെസിപ്രോക്കൽ ഓഫ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് reciprocals of individual resistances. Okay, ഇനി if there are n equal resistors are connected in parallel, then Rp is equal to R by N. Okay, ഒരേ വാല്യൂ, ഒരേ റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള ഒന്നിൽ കൂടുതൽ റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R by N ആയിരിക്കും. Rp ഇസ് ഈക്വൽ ടു R by N ആയിരിക്കും. സീരീസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു RS ഇസ് ഈക്വൽ ടു N ഇൻറ്റു R ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദി ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദി പാരലൽ കോമ്പിനേഷൻ ഈസ് ലെസ് ദാൻ ദി ലീസ്റ്റ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ഇൻ ദി സർക്യൂട്ട്. നമ്മൾ എടുത്ത ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിലെ ഏറ്റവും ചെറിയ വാല്യൂവിനേക്കാളും കുറവായിരിക്കും പാരലൽ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ പറയാം മനസ്സിലാവാൻ വേണ്ടി. അതായത് 1 ohm 2 ohm 3 ohm ഇങ്ങനെ 3 റെസിസ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്തു. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ohm ആണ്, വാല്യൂ കുറഞ്ഞത് 1 ohm ആണ്. ഇതിനെ മൂന്നിനെയും പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 ohmനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പാരലൽ കോമ്പിനേഷനും സീരീസ് കോമ്പിനേഷനും യൂസ് ചെയ്യുന്നത് നമുക്കൊരു സർക്യൂട്ടിൽ ഡിസൈർഡ് ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള ഒരു റെസിസ്റ്റൻസ് വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് അല്ലേ. അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 1 ohm റെസിസ്റ്റർ ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് 2 ohm റെസിസ്റ്ററാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. 1 + 1 2 ohm കിട്ടി. ഇനി നമുക്ക് 1 ohm വേണ്ട, നമുക്ക് എന്താ വേണ്ട? 0.5 ohm ആണ് കിട്ടേണ്ടത്. ഓക്കെ, അങ്ങനെയാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ 1നേക്കാൾ ചെറിയ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ പാരലായിട്ട് കണക്ട് ചെയ്യും അല്ലേ. 1 ohm പ്ലസ് മീൻസ് ഇതിനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ വരിക? Rp ഇസ് ഈക്വൽ ടു 1 × 1 ഡിവൈഡഡ് ബൈ 1 + 1, അതായത് 1/2 0.5 ohm കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള റെസിസ്റ്റൻസിനേക്കാൾ കുറഞ്ഞ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടണമെങ്കിൽ പാരലായിട്ടാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് പാരലൽ കോമ്പിനേഷനാണ്. പാരലൽ കോമ്പിനേഷനിൽ വി സെയിം. ഓക്കെ, 1/Rp is equal to 1/R1 plus 1/R2 plus 1/R3. Okay, thank you.